എത്ര ആളുകൾ നിസ്കരിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ മതപരമായ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്, ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ ആരാധനകളും അവരുടെ ഇബാദത്തുകൾ കേന്ദ്രീകരിച്ച സകല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ ഉസ്താദുമാരാണ്. ഇന്ന് നിലവിലുള്ളവർ അടുത്ത തലമുറക്ക് പഠിപ്പിക്കുമ്പോ കാലങ്ങളായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്, പലരും വാർദ്ധക്യസഹിതമായ രോഗാവസ്ഥയിലാണ്. അവരുടെ സേവനമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന സുജൂദ്, അവരുടെ സേവനമാണ് ഇന്ന് നിങ്ങളുടെ റുകൂഉം നിങ്ങളുടെ ഇത്തിദാലും നിങ്ങളുടെ അത്തഹിയ്യാത്തും നിങ്ങളുടെ ഖുനൂത്തും നിങ്ങളുടെ ഫാത്തിഹയും ഒക്കെ മഖ്ബൂലാണെങ്കിൽ അത് ആ ഉസ്താദിന്റെ സേവനത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞതാണ്. ഇനി ഇതിനേക്കാൾ വലുത് ഉസ്താദുമാരെ കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്താനാണ്? ഒരു 10 ഉസ്താദുമാരെ മാനസികമായി വിഷമിപ്പിച്ചുകൊണ്ട് അവരെ ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയാൽ നഷ്ടം ഉസ്താദുമാർക്കല്ല. കാരണം ഇതിനേക്കാൾ ശമ്പളമുള്ള ജോലികൾ എടുക്കാൻ കഴിയുന്ന ഉസ്താദുമാരാണ് ഇവിടെ പലരും. ഇതിനേക്കാൾ കഴിവുള്ളവർ പൊതുവികളുടെ ജോലി ചെയ്യുന്നുണ്ട്, നല്ല ഭൗതിക വിദ്യാഭ്യാസമുള്ള ഫൈസിമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ഭൗതിക വിദ്യാഭ്യാസമുള്ള സ്കൂളുകളിലും മറ്റു ഓഫീസുകളിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭൗതിക വിദ്യാഭ്യാസമുള്ള ഉസ്താദുമാരെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവരെ മദ്രസാ പ്രസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട, കാരണം അർഹിക്കുന്ന പരിഗണന സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ഒരു സംവിധാനത്തെ ഉപേക്ഷിച്ചു കൊണ്ടുപോയാൽ നഷ്ടം സമൂഹത്തിനാണ്. കാരണം ലഭിക്കേണ്ടത് ലഭിക്കാതെയാകും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, രാത്രി മദ്രസകളുണ്ടായിരുന്നൊക്കെ മാറ്റി പകല മാത്രമാക്കി. എന്റെ ഉസ്താദുമാർക്ക് വേറെ പണിക്ക് പോകേണ്ടി വന്നു. എന്തുകൊണ്ട്? പഴയ കാലങ്ങളിൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ഉസ്താദുമാരും ഈ പള്ളിയിൽ താമസിച്ചുകൊണ്ട് ഇവിടെ ഈ മണലിൽ തന്നെ ജീവിച്ചിരുന്നവരായിരുന്നു. അതിന്റെ അനുഭൂതി ഈ മണലിൽ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിന് പറ്റാത്തൊരു സാഹചര്യം വന്നു. കാരണം മദ്രസ രാത്രികളിൽ നിന്ന് മാറ്റി പകല് ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കേണ്ട സാഹചര്യം വന്നു. ഉസ്താദുമാർക്ക് മദ്രസ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഇങ്ങനെ മദ്രസാ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് മദ്രസയിലേക്ക് വരുന്ന കുട്ടിയെ 6:15 കൊണ്ടുപോയി വീണ്ടും തകർച്ചയിലേക്ക് നിങ്ങൾ മദ്രസയെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ അരമണിക്കൂർ പോലും പഠിക്കാൻ സമയമില്ലാത്ത ഈ കുട്ടിക്ക് സ്കൂളുകളിൽ മദ്രസാ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞ് സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ച് യഥാർത്ഥത്തിൽ ദീനിന്റെ മതവിലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസകളെ നാം നിരുത്സാഹപ്പെടുത്തി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഉസ്താദുമാരുടെ കഞ്ഞിമുടി ഒരിക്കലും കിട്ടൂല. കാരണം ഒരു ഉസ്താദിന്റെയും കഞ്ഞിമുടി മുട്ടിക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല. അത് ഈ പ്രസ്ഥാനം തകർന്നാലും ഒരു കഞ്ഞുടിക്കും. കാരണം അവർക്ക് കഞ്ഞി കൊടുക്കുന്നത് നമ്മളാരുമല്ല. അതിന്റെ ഉത്തരവാദിത്വം ഖാലിഖായ റാസിഖായ അല്ലാഹുവിന് മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഉസ്താദുമാർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. അവർ അമ്പിയാക്കൾ എന്താണോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഉസ്താദുമാർ. നമുക്ക് ചിന്തണ്ടോ? മഹാനായ ഒരു കവി പറഞ്ഞതായിട്ട് കാണാം. ഒരു ഉസ്താദിനെ കണ്ടാൽ തുല്ലിൽ മുഅല്ലിമിന് വേണ്ടി യാതൊരു അർത്ഥശങ്കക്കുമിടയില്ലാതെ ഒരു ഉസ്താദിനെ എവിടെയെങ്കിലും കണ്ടാൽ നീ എണീച്ചു നിന്നോ, ആ ഉസ്താദിനെ നീ ബഹുമാനിച്ചോ ആദരിച്ചോ. ഒരു ഉസ്താദ്, ഒരു മുഅല്ലിം, ഒരു അധ്യാപകൻ, ഒരു ഉസ്താദ് റസൂലാകുന്നതിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അഥവാ ഒരു പ്രവാചകനും റസൂലും തമ്മിൽ, ഒരു പ്രവാചകനും ഉസ്താദും തമ്മിൽ യാതൊരു ദൂരപരിധിയുമില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് നബിയും ഉസ്താദും. ഉസ്താദിന്റെ സേവനം പ്രവാചകന്മാർ ഇവിടെ ചെയ്ത സേവനം തന്നെയാണ്. ആ ദഅവത്ത് തന്നെയാണ്. ഇന്ന് സമൂഹത്തിന് മതത്തെ കൊടുക്കുന്നത് ഉസ്താദുമാർ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആ ഉസ്താദുമാരാണ് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഉസ്താദുമാരോടുള്ള ഇടപെടലുകൾ, അവരോടുള്ള നമ്മുടെ സമീപനങ്ങൾ, ഹദിയകളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടുള്ളത്. ഉസ്താദുമാർക്ക് ഹദിയ കൊടുക്കുമ്പോ ആ ഹദിയകൾ വിദഅത്തിന്റെ ചിന്താഗതികൾ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. വിദഅത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മതമേഖലയെ, മദ്രസാ മേഖലയെ, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന മേഖലകളെ തകർക്കലാണ്. അതിന് യാതൊരു സംശയവുമില്ല. കയ്യെഴുത്തി എന്ന് പറയുന്ന ഒരു സംഗതി കാലങ്ങളായി നമ്മുടെ മദ്രസയിൽ നടക്കുന്നുണ്ട്. പലർക്കും തോന്നി
ഈ കയ്യെഴുത്തിന്റെ പൈസ കിട്ടിയിട്ടാണ് ഉസ്താദുമാർ ജീവിക്കുന്നത് എന്ന്. എന്താണ് ആ വെട്ടിത്തരത്തിലൊക്കെ പറയാം? ഏകദേശം 10, 25, 30 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്നൊരു വീടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ പൈസന്റെ കാര്യം പറഞ്ഞു വന്നാൽ 30 ലക്ഷത്തോളം ഉണ്ട് ഇന്ന് നിലവിലിന്റെ വീടിന് ചെലവായിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ്. അപ്പൊ തോന്നും അതിപ്പോ നിങ്ങൾ മഹല്ലേൽ കൂടി പിരിച്ചു തന്നെ. അൽഹംദുലില്ലാ മഹല്ലേൽ പിരിച്ചു തന്നിട്ടുണ്ട്. എത്ര? ഏറിയാൽ 5 ലക്ഷം രൂപ. എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അള്ളാന്റെ സഹായത്തിന്റെ മേലെ ഒരു സഹായവും ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ഏറിയാൽ 5 ലക്ഷം. അമേരിക്കയിലെ കണക്കുണ്ടാവുമല്ലോ. 30 ലക്ഷത്തിന്റെ വീടുണ്ടാക്കി 5 ലക്ഷം വരെ തന്നത്. ഞാൻ എടുത്തു വെച്ചുള്ള പൈസ ഇല്ല. എന്നാ എനിക്ക് 200 രൂപ കടണ്ടോ? ഇല്ല. പിന്നെ ആരെങ്കിലും തന്ന് ഇക്ക അറിയില്ല. ഇപ്പൊ ഒന്നേ അറിയുള്ളൂ, അള്ള തന്നതാണ്. അന്വേഷിക്ക് കടമുണ്ടോ? 1 രൂപ പോലും നിലവിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് കടമില്ല. 10-30 ലക്ഷത്തോളം രൂപയുടെ ചെലവുള്ള 2 നില, അടിയിലും 3 റൂം, മേലെയും 3 റൂം, എല്ലാ സൗകര്യവുമുള്ള അതിവിശാലമായ വീടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം അള്ളാഹുവിന്റെ സഹായത്തിന്റെ പ്രഭ എങ്ങനെ സഹായിക്കാം, അതുപോലെ എങ്ങനെയും സഹായിക്കാം. നമുക്കറിയാം എങ്ങനെ സഹായിക്കാം. അപ്പൊ ഉസ്താദുമാര് അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ജീവിതം, ഈ ഇരിക്കുന്ന ഉസ്താദുമാരും പറയട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, കുട്ടികൾ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഞങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ പറയട്ടെ, ഞാൻ ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കാൻ തയ്യാറാണ്. ആരെങ്കിലും ഒരാൾ പറയട്ടെ, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇല്ല, പ്രയാസമുള്ളവരില്ല. നമ്മൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? ഇവിടെ ഏകദേശം 9,000 അല്ലേ? 9,300. 9,300. അത് നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. 9,300 രൂപ. അപ്പൊ ഒരു ദിവസം ഒരു അധ്യാപകന്റെ വേതനം എത്രയാണ്? 9,300 അരിച്ചോളി 30 ദിവസത്തിൽ ഒരു ദിവസം ഒരു അധ്യാപകന്റെ വേതനം എത്രയാണ്? ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബംഗാളിയുടെ കൂലി എത്രയാണ്? ഒരു ബംഗാളിയുടെ അല്ലെങ്കിൽ ഒരു ഒറീസക്കാരന്റെ അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരാളുടെ വേതനം പോലും ഒരു ദിവസം നമ്മൾ ഉസ്താദുമാര് വാങ്ങുന്നില്ല. അത്ര പോലും അവർ വാങ്ങുന്നില്ല. അവരിന്ന് ഹിദ്മത്ത് തന്നെയാണ്, ദഅവത്ത് തന്നെയാണ്. നിങ്ങൾ കൊടുക്കുന്ന സന്തോഷത്തോടെ എത്രയായാലും ഒരു വാങ്ങുന്നുണ്ട്. അവര് ദീനിനെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. ഞങ്ങൾ കൂടി പിടിവിട്ടു പോയാൽ ഈ മതത്തിനെ സംരക്ഷിക്കാൻ ഒരു സമൂഹം ഇവിടെ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് കുറച്ച് അരയും തലയും മുറുക്കി കുറച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തരണം ചെയ്തുകൊണ്ട് ദീനിനെ പിടിച്ചു നിർത്താൻ ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ ദീനിനെ പിടിച്ചു നിർത്താൻ, അതിനാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. 9,000. ഇന്ന് നിങ്ങൾ ആലോചിച്ചാണ് ഒരു മത്തിക്ക് എത്രയാണ്? 1 കിലോ മത്തിക്ക് 200-250. നല്ല മത്തിയാണെങ്കിൽ 300 രൂപ അടുത്തായി വില. അപ്പൊ ദിവസം മീൻ വാങ്ങിയാൽ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മളാരുമല്ല ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മളാരുമല്ല അവരെ സംരക്ഷിക്കുന്നത്. അതിലൊക്കെ അവര് മുഅല്ലിമീങ്ങളായപ്പോൾ ആ മുഅല്ലിമീങ്ങളെ ഏറ്റെടുത്ത ലോകത്തുള്ള സകല സൃഷ്ടികളെയും ഏറ്റെടുത്ത ഒരുത്തനുണ്ട്, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു, ലോകം കണ്ട പ്രവാചകനാണ്, സമാനതകളില്ലാത്ത പ്രവാചകനാണ്. ലോകം കണ്ട പ്രവാചകൻ, സമാനതകളില്ലാത്ത രാജാവും പ്രവാചകനുമായ ആളാണ് സുലൈമാൻ നബി. ഒരിക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ കടലിലെ മത്സ്യങ്ങൾക്ക് 1 ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാം. രാജാവാണ്, അടക്കി ഭരിക്കാണ്. വളരെ വലിയ രാജാവാണ് സുലൈമാൻ നബി. ജിന്നിനെയും ഇൻസിനെയും അടക്കി ഭരിക്കുക. അത്രയും വലിയ കോടീശ്വരനാണ്. അവസാനം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന നബി സുലൈമാൻ നബിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ നബിമാരും കിടന്ന സുലൈമാൻ നബി പോയുള്ളൂ. എന്തേ കാരണം? സുലൈമാൻ നബിക്ക് കണ്ടമാനം ധനമുണ്ടായിരുന്നു. ധനമുണ്ടായ കാരണം കൊണ്ട് അന്ന് പിന്നിൽ നിർത്തി എല്ലാ നബിമാരും സ്വർഗത്തിൽ കടന്ന അവസാനമാണ് സുലൈമാൻ നബി പോയത്. സുലൈമാൻ നബി പറഞ്ഞു, 1 ദിവസത്തെ ഭക്ഷണം മത്സ്യങ്ങൾക്ക് ഞാൻ കൊടുക്കാം. അള്ളാഹു സമ്മതിച്ചു, ആയിക്കോട്ടെ. കടലിന്റെ സമീപത്ത് കോടിക്കണക്കിന് ഗോഡൌണുകളിൽ നിന്ന് കോടിക്കണക്കിന് ഭക്ഷ്യവസ്തുക്കൾ സുലൈമാൻ നബി കടലിന്റെ സമീപത്ത് കൊണ്ടാക്കി മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കാൻ. സുലൈമാൻ നബിക്ക് മത്സ്യത്തിന്റെ, പക്ഷികളുടെ, ജിന്നുകളുടെ, കാറ്റിന്റെ, ഇടിയുടെ എല്ലാത്തിന്റെ ഭാഷകളെയും ചലനങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്ന നബിയായിരുന്നു. കടലിന്റെ സമീപത്ത് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാക്കി മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കടലിലുള്ള മത്സ്യങ്ങൾ മുഴുവനും വന്നു സുലൈമാൻ നബിയുടെ ഭക്ഷണം കഴിക്കാൻ. ഗോഡൌണുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. മത്സ്യത്തിന് തികയുന്നില്ല. മത്സ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. കര കാണാത്ത കടലാണ്. മത്സ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അവസാനം ചരിത്രത്തിൽ കാണാം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം കടപ്പുറത്ത് സുജൂദിൽ വീണു. പടച്ചവനെ, എനിക്ക് കഴിയില്ല,
നിന്റെ നിന്റെ കടലിലുള്ള സൃഷ്ടികളെ മാത്രം എടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോ അതിനുപോലും എനിക്ക് കഴിയില്ല. 40 അത്രയും പവർ ഒരു നീരത്തിമീങ്കലത്തിനുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം പറയാണ്. ആ നീരത്തിമീങ്കലത്തിന് ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഒരു സൃഷ്ടിക്കതിന് കഴിയില്ല. പിന്നെ ഉസ്താദ്മാരുടെ കാര്യത്തില് നമ്മളത് വിചാരിക്കുക വേണ്ട. പറഞ്ഞു വന്നത് അത്രയും സേവനം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കയ്യെഴുത്തുണ്ടായപ്പോ എനിക്ക് തന്നെ 1-2 പോസ്റ്ററുകൾ വന്നു. എന്താ പോസ്റ്ററുകള്? ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കണം, ദുരാചാരങ്ങൾ മദ്രസകളിൽ ആരംഭിക്കണം. പിന്നെ ആളും അഡ്രസ്സും ഇല്ലാത്ത ഒരുപാട് എഴുത്തുകൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വെള്ളിയാഴ്ച റബീഉൽ കുറിച്ച് പ്രസംഗിച്ചപ്പോ അവിടെ വാതിലിന്റെ മുമ്പിൽ ഒരു എഴുത്തു നബിനെ കുറിച്ചുള്ള കുറെ നബിനെ നമ്മളെ നാട്ടിലുള്ള മഴമതാക്ക് എങ്ങനെയാണോ അതുപോലെ നബിനെ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറെ എഴുത്തുകൾ, അഡ്രസ്സും ആളാണെങ്കിലും ഒന്നുമില്ല. അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വിചാരിച്ചത് കത്തിച്ചതിന്റെ വീഡിയോ കുറിച്ച് ഗ്രൂപ്പിൽ വിട്ടാലോ, കാരണം അപ്പൊ അങ്ങനെ തോന്നിയ ആ പുസ്തകം ഒന്നായി കത്തിച്ചത് വീഡിയോ വിട്ടാലോ. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്താണ് ഇപ്പൊ കൈയെഴുത്ത്? നമ്മളൊരു 20, 50, 100 രൂപ നമ്മുടെ ഉസ്താദിന് നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുത്തേക്കാം. ഓരോ അതിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആ 100, 20, 50 കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ തീരും. പക്ഷെ അതല്ല, പൂർവികരായ ആളുകൾ ആ പെരുന്നാളിന്റെ സമയത്ത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ തേങ്ങ കൊണ്ട് ഉസ്താദിന് അനുഭൂതി കൊടുക്കുക. അത് ഈ ഉസ്താദ് തുടങ്ങിയതല്ല, അത് പതിറ്റാണ്ടുകളായി പണ്ഡിതന്മാർ കാണിച്ചതാണ്. കുട്ടിക്ക് ഒരു ബർക്കത്ത. ബിസ്മി അലി ഉസ്താദിന് അനുഭൂതി കൊടുത്തപ്പോ കുട്ടി ബിസ്മി അലി ഭക്ഷിക്കാൻ നമ്മളെ കുട്ടികൾക്ക് അതൊക്കെ ഔഷധങ്ങളാണ്. നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അല്ല ഉസ്താദിന് 10 കൊടുത്തത് 100 കൊടുത്തത് 50 കൊടുത്തത് വിഷയമല്ല. പൂർവികരായിട്ട് കാണിച്ചു തന്ന ചില ചര്യകളുണ്ട്. അത് നഷ്ടപ്പെടാതെ മുറുകെ പിടിക്കലാണ് ലക്ഷ്യം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ദീന് മുറുകെ പിടിക്കുന്നവർ, ദീനിനെ പ്രചരിപ്പിക്കുന്നവർ പ്രിയമുള്ളവരെ ഉസ്താദുമാര് മാത്രമാണ്. അതുകൊണ്ട് അവരോടുള്ള ഇടപെടലുകൾ, അവരോടുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ അവർ പ്രവാചകന്മാരെ പോലെ തത്തുല്യമായ അൽ ഉലമാഉ കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായീലിലേക്ക് പറഞ്ഞയച്ച അമ്പിയാക്കളെ പോലെയാണ് ഉസ്താദുമാർ. ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊന്നും ഞങ്ങൾ പ്രസംഗിക്കേണ്ട കാര്യമല്ല. ഞാൻ ഇന്നലെ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ ഉസ്താദുമാർ എന്ന് പറഞ്ഞത് ഞാൻ അതിൽപ്പെട്ടല്ല. പക്ഷെ ഈ ഉസ്താദുമാർ അവരെങ്ങനെ തന്നെയാണ്. അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഉസ്താദിന്റെ വാക്ക് അത് വളരെ വിലപ്പെട്ടതാണ്. ഒരു കുട്ടിയെ ഇവിടുന്ന് പഠനം കഴിഞ്ഞു പോയ പല കുട്ടികളെയും കുറിച്ച് ഉസ്താദുമാർ പറയാറുണ്ട്, ഇവിടെ പഠിച്ചാണ് നല്ല കുട്ടി. എന്താ കാരണം? ആ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾ കാണുമ്പോഴുള്ള സന്തോഷം, നന്മ പറയണം. സ്കൂളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ നിർത്തി കുട്ടികളെ കൊണ്ടുപോവാ. ഒരു ഉസ്താദിന് തൃപ്തി ഉണ്ടാവോ? സ്കൂള് വേണം, പക്ഷെ മതപഠനത്തെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുട്ടിയെ പോവാ. ഉസ്താദ് ഒന്ന് അടിച്ചു, ഉസ്താദ് ശിക്ഷിച്ചു കുട്ടിയെ. ആ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ കുട്ടികളെ മുന്നിൽ വെച്ച് തന്നെ ഉസ്താദിനെ പറയുന്നതിന് അങ്ങേയറ്റം കുട്ടികളെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുട്ടിനെ പഠിപ്പ് നിർത്തി കുട്ടിനെ കൊണ്ടുപോകാൻ. ഉസ്താദിന്റെ ശിക്ഷകൻ അത് നമ്മുടെ കുട്ടിക്കൊരു അനുഗ്രഹമാണ്, കുട്ടി നന്നാവാനാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പുറത്തെ ഉസ്താദിനെ നന്നായിട്ട് പറയും, മദ്രസയിൽ വന്നിട്ടും പറയും. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ തെറി പറയുന്നത് പ്രവാചകന്മാരെ തെറി പറയുന്നതിന് തുല്യമാണ്. നാളെ നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരില്ലേ? നമ്മളെ ശ്രദ്ധിക്കപ്പെടേണ്ട മേഖലയല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആ സ്ഥാനമാനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉസ്താദുമാർ നമ്മുടെ നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരിക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന സേവനം അത് പ്രവാചകന്മാരുടെ സേവനത്തിന് തുല്യമാണ്. അൽ മുഅല്ലിമു ഹുവ ഹജറുസ് സാവിയ. ഒരു മുഅല്ലിം എന്ന് പറഞ്ഞാൽ അടിത്തറയുടെ കല്ലാണ്. ഫീ ബിനാഇൽ മുജ്തമിആതി വസനാഅത്തിൽ ഹലാറാതി. ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിലും ഒരു നാഗരികത രൂപപ്പെടുത്തുന്നതിലും മുഅല്ലിമിന്റെ പങ്ക് ആ തറയ്ക്ക് വേണ്ടി ആദ്യം വെക്കുന്ന കല്ലിന്റെ പങ്കാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വീടുണ്ടാക്കുമ്പോ അതിന്റെ തറയിൽ പാകുന്ന ആദ്യത്തെ കല്ല് പോലെയാണ് മുഅല്ലിം. ഈ ഇരിക്കുന്നതൊക്കെ നാളത്തെ ഒരു പുതിയ തലമുറയാണ്. ആ തലമുറയെ വാർത്തെടുക്കുന്നത് ഈ ഇരിക്കുന്ന ഉസ്താദുമാരാണ്. ഇവരാണ് എഞ്ചിനീയർമാർ. ഇവര് വരച്ച പ്ലാനിങ്ങിലാണ് ഈ കാണുന്ന കുട്ടികൾ നാളെ ഒരു നാഗരികത രൂപപ്പെടുത്തുന്നത്, നാളെ ഒരു സമൂഹമായി വളർന്നു വരുന്നത്. ഇവർക്ക് തീരുമാനിക്കാം ഈ കുട്ടി ആരാകണമെന്ന്. ഇവർ തീരുമാനമെടുക്കും ഈ കുട്ടി നാളെ എന്താകുമെന്ന്. പല കുട്ടികളെ സംബന്ധിച്ച് ഉസ്താദുമാര് പറയാറുണ്ട്, അവൻ എങ്ങനെ പോയതാണ്, ഇന്നോന്റെ അവസ്ഥ എന്താണ്? കാരണം ഉസ്താദിന്റെ ആ സംതൃപ്തി ഇല്ലായ്മയിൽ നിന്ന് ആ കുട്ടി നാശമായി പോയി. ചിലപ്പോ ഉസ്താദുമാർക്ക് പിഴവ് പറ്റാം. ഉസ്താദുമാര് എന്തല്ല പിഴവ് പറ്റാത്തവരൊന്നുമില്ല. ഇസ്മത്ത് ഉസ്താദുമാർക്കില്ല, അത് അമ്പിയാക്കൾക്കേ ഉള്ളൂ. ഉസ്താദുമാർക്ക് പിഴവുകൾ പറ്റാം, ചിലപ്പോ അടുത്തത് കൂടി പോകാം.
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഉസ്താദുമാരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ മനുഷ്യരാണ് എന്നുള്ള നിലയ്ക്ക് അതോടൊപ്പം എന്റെ ഉസ്താദ് കൂടിയാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മൾ പിച്ചിച്ചീന്തി വിശകലനം നടത്തി അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല. അതൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാളെ ഈ സമൂഹത്തിലും നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാക്കുമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നാടുകൾ രൂപപ്പെടുമായിരുന്നില്ല. ഒരു രാജ്യത്തിന് അതിന്റെ തനതായ ശൈലിയെ നിലനിർത്താൻ കഴിയുമായിരുന്നില്ല. മുഅല്ലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ ഔത്താനികളെ രൂപപ്പെടുത്തിയത്. സംശുദ്ധമായ സംസ്കാരമുള്ള ഒരു നാടിനെ ഇവിടെ നിലനിർത്തുന്നത് മുഅല്ലിമീങ്ങളാണ്. من علم علما فله اجر من عمل به لا ينقص من اجر العامل شيئا محمد رسول الله صلى الله عليه وسلم. ആ മുഅല്ലിമുകൾ അവർ ചെയ്യുന്ന സേവനത്തിന് അവർക്ക് ആ കുട്ടികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അതിന്റെ ഒരു വിഹിതം കുറയാതെ മുഅല്ലിമിന് കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഈ ദിവസം നൽകുന്ന സന്ദേശത്തിൽ ഏറ്റവും നല്ല സന്ദേശവും അത് തന്നെയാണ്. വേദനത്തിനല്ല, നമ്മൾ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളെ പരിഗണിച്ചിട്ടുമല്ല, മറിച്ച് നാളെ ആഖിറത്തിൽ മുഅല്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഇന്നി ബുഇസ്തു മുഅല്ലിമ, എന്നെ മുഅല്ലിമായിട്ടാണ് പറഞ്ഞയക്കപ്പെട്ടത് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് മുഅല്ലിമാണ് റസൂൽ മുഅല്ലിമായതുപോലെ ഞങ്ങൾ മുഅല്ലിമാണ് എന്ന് പറഞ്ഞ് ആ പ്രവാചകന്റെ പിന്നിൽ നിൽക്കാൻ ഉസ്താദുമാർക്ക് കഴിയും. ഉസ്താദുമാർക്ക് കഴിയണം. അതിന് പറ്റുന്ന മുഅല്ലിമീങ്ങളാവണം, മുഖ്ലിസീങ്ങളാവണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദുമാർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സേവനത്തെ വളരെ വില കുറച്ച് കാണാതെ അവർക്ക് അറിയിക്കുന്ന പരിഗണന സമൂഹം കൊടുക്കണമെന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. ഇൽമ് എന്നുള്ളത് ഇന്നിപ്പോ ഇവിടെ SBBയുടെ ചെറിയ ചെറിയ പോസ്റ്ററുകൾ ഏതൊരു ഉസ്താദ് ഗ്രൂപ്പിലുണ്ടായി. അതിങ്ങനെ ഇൽമ് പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗൂഗിളിനെ ഉസ്താദാക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഗൂഗിളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇൽമുകളൊക്കെ കിട്ടുമെങ്കിലും ഗൂഗിളിന് ഭീമാബദ്ധങ്ങൾ ഉണ്ടാവും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തദ്രീബാത്ത് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ കൊടുത്താൽ മുഴുവൻ ഗൂഗിളിനെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. ഗൂഗിൾ ഉസ്താദല്ല, ഞാൻ മുമ്പ് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഉസ്താദല്ല, ഗൂഗിളിന് ഭീമാബദ്ധം പറ്റും. ഇന്നലെ തന്നെ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഒരു ഖിലാഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിതാബുകളൊന്നും കാണാതെ വന്നപ്പോ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തായി. ഗൂഗിൾക്ക് ഉത്തരം തന്നു. ഗൂഗിൾ നമ്മൾ ഉത്തരം ഷാഫി മദ്ഹബിന്റെ ഒരു ആധികാരിക ഉത്തരമായിട്ടൊക്കെ തന്നത്. അങ്ങനെ ഞാനത് ശരിയാണെന്ന് കരുതി പേപ്പറിൽ എഴുതി വെച്ചു. പിന്നീട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തിയപ്പോ എന്റെ ശരീക്കാരന്റെ സീനിയറാണ്, ഉസ്താദിന്റെ മുതിർന്ന ശിഷ്യനാണ്, ഒരു ദാരിമിയാണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് പണ്ടിങ്ങനെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ ഒരു ഇബാദത്ത് പറഞ്ഞിരുന്നു. അതിന്റെ കിതാബൊക്കെ അറിയാം, അത് ഇബാദത്ത് ഏതാണ് എന്നുള്ളത് അറിയാം. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, കിതാബ് കിട്ടുമെങ്കിൽ നോക്കി. അങ്ങനെ ആ കിതാബ് പിന്നെ അന്വേഷിച്ചപ്പോ നമ്മളെ തൂവക്കാട് അടുത്ത് ഷെർവാനി, ഒരു AP വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതനാണ്. ഷെർവാനി എന്ന പേരില് എന്താണ് അവിടെ ആ സ്ഥലത്തിന്റെ പേരുണ്ട്. അയാൾ കയ്യിലുണ്ട് തൂവക്കാടുള്ള ഒരു പേര് പറഞ്ഞു. അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയപ്പോ ഇബാദത്ത് കിട്ടി. ഇബ്നു ഹജർ തങ്ങൾ തന്നെ 2 ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ 2 അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ ഗൂഗിൾ പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. ഗൂഗിളിനോട് ചോദിച്ചപ്പോ ഗൂഗിള് പറഞ്ഞ ശുദ്ധ കളവായിരുന്നു. അപ്പൊ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതിയെടുത്ത ആ ഇബാദത്ത് നമ്മൾ പൊതുസമൂഹത്തിന് കൊടുത്താൽ എന്റെ അവസ്ഥ എത്തിക്കാം. അപ്പൊ ഈ ഇബാദത്തും ഈ കിതാബും അങ്ങനെ തന്നെ ഞാൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. ഗൂഗിൾ പറഞ്ഞ സ്വഭാവം തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ അടിച്ചെടുത്തപ്പോ ഗൂഗിൾ പറഞ്ഞു നോക്കുക. ഗൂഗിളിന് വല്ലാത്തൊരു സന്തോഷം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നു. ഗൂഗിൾ മാഷാ അല്ലാ, ഗൂഗിള് എന്റെ തെറ്റ് തിരുത്തിയ സന്തോഷം. ഇവരില്ല ഗൂഗിളിൽ അല്ല, വേഗം